പൊതുവെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ജിമ്മന്മാരെ കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ സിനിമയിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പോ ഒരു ജിമ്മ് 6 പാക്ക് ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ ശരീരം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വര പോലെ ഉള്ള വയറില്. അത് അങ്ങനെയാണോ അല്ലെങ്കിൽ അത് അങ്ങനെ ആണോ? ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൈയിന്റെ മസിലിന്റെ ഷേപ്പ് തന്നെ എടുക്കാം. ഇതിപ്പം എന്റെ ഇത് കുറച്ചുകൂടി വിസിബിൾ ആയെന്ന് വെച്ചാൽ എന്റെ ഇവിടുത്തെ ഫാറ്റ് പെർസെന്റേജ് കുറവാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മളുടെ വയറിന്റെ അവിടെയുള്ള ഫാറ്റ് കാര്യങ്ങൾ കുറയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് പറയുന്ന 2 ടൈപ്പ് ഫാറ്റ് ആണ്. ഒന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിന്റെ അണ്ടറിൽ വരുന്ന സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം അതിന്റെ താഴെയായിട്ടാണ് നമ്മുടെ ഈ 6 പാക്ക് മസിൽ വരുന്നത്. ഇതിന്റെ താഴെയായിട്ട് വിസറൽ ഫാറ്റ് എന്ന് പറയും, നമ്മളുടെ ഇന്റേണൽ ഓർഗാൻസിനെ കവർ ചെയ്യുന്നത്. ഈ മസിൽസിന്റെ ഇടയിലായിട്ട് എല്ലാവർക്കും ഉള്ള സംശയമാണ്. ഇപ്പം പറഞ്ഞ ഈ 6 പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 പാക്ക് മാറും, 6 പാക്ക് ഉണ്ടാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫാറ്റ് കുറയോ? എന്താണ് ഡോക്ടറിന് എന്താ തോന്നുന്നത്? എന്റെ അഭിപ്രായത്തിൽ കുറയത്തില്ല. കറക്റ്റ്. അതായത് ഇവിടുത്തെ മസിൽ ഒന്ന് ഡെവലപ്ഡ് ആവും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സാധനത്തിന് ഒരുപാട് അതിന് കിട്ടേണ്ട ആക്ടിവിറ്റിനേക്കാൾ കൂടുതൽ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു വലിപ്പം വെക്കുന്ന മാത്രമേ ഉള്ളൂ. വോളിയം കൂടാണ്. അതായത് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് അവരുടെ ഭാഷയിലും നമ്മുടെ ഭാഷയിലും പറയുന്ന കാര്യമാണ് ഈ ഹൈപ്പർട്രോഫി, മസിൽ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അപ്പൊ ഈ മസിൽസ് ഈ കൈ കൊണ്ടുള്ള വർക്ക്ഔട്ട് ചെയ്താൽ കുറയില്ല എന്ന് പറയുന്നത്? മസിൽസ് കൈ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്തിനാ നമ്മള്? അല്ല, ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ ഉണ്ടല്ലോ കൈക്ക് വണ്ണമുള്ളത്, ചില പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ ഒരുപാടുണ്ട്. ഡ്രസ്സ് സ്ലീവ്ലെസ് ഉപയോഗിക്കുന്നവർക്ക് കയ്യില് കുറച്ച് വണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും ചിലപ്പോൾ വണ്ണം ഉണ്ടാവില്ല, ഇവിടെ കുറച്ചിങ്ങനെ ഫാറ്റ് ഉണ്ടാവും. അപ്പൊ അത് കൈ കൊണ്ടുള്ള എക്സസൈസ് ചെയ്താൽ കുറയില്ലേ? കൈ കൊണ്ടുള്ള എക്സസൈസ് ചെയ്താൽ അതിന്റെ താഴെയുള്ള മസിൽസ് കാര്യങ്ങൾ നമുക്ക് ഒന്ന് ട്യൂൺഡ് ആക്കാൻ പറ്റും. പക്ഷെ ഫാറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിലൊന്ന് ഫോക്കസ് ചെയ്യണം. ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ വർക്കൗട്ട് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഭംഗി ഉണ്ടാവും, നമ്മുടെ ശരീരത്തിന് തടി കുറയും എന്നുള്ള ചിന്താഗതിയുണ്ട്. ഒരിക്കലും അല്ല. വർക്കൗട്ടിന്റെ കൂടെ തന്നെ ഈ ഫാറ്റ് ലോസ് പ്രോസസ് നമ്മൾ വേണം. ആ ഫാറ്റ് ലോസ് പ്രോസസ് വേണമെങ്കിൽ അതിനകത്ത് ഡയറ്റ് തന്നെ ഫോക്കസ് ചെയ്യണം. ഈ പറയുന്നത് നമ്മൾ മുകളിലുള്ള ഈ തൊലിയുടെ പുറത്തുള്ള സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ചിലപ്പോൾ പോയെന്നിരിക്കും. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഈ വിസറൽ ഫാറ്റ് പോകണമെങ്കിൽ അതിനകത്ത് മെയിൻ ആയിട്ട് ഡയറ്റും കാർഡിയോ വർക്കൗട്ടും ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. വയറ് വരവരയാണോ അല്ലെങ്കിൽ റൗണ്ട് ആണോ? ഞാൻ പറയട്ടെ, വയറ് എന്ന് പറയുന്നത് ആ റെക്ടസ് മസിൽ അങ്ങനെ തന്നെയാണ്. ഇത് വിസിബിൾ ആവാത്തതിന്റെ പ്രശ്നം കാരണമാണ് ആൾക്കാർക്ക് 6 പാക്സ് ഇല്ലാത്തത്. എല്ലാ മനുഷ്യർക്കും ഈ മസിൽ ഉണ്ട്, പക്ഷെ ഇത് വിസിബിൾ ആവണമെന്നില്ല. ഇത് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്തുള്ള ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിന്റെ അളവ് നമ്മൾ കുറയ്ക്കണം. അത് നമ്മുടെ ഡയറ്റ് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഫാറ്റിന്റെ അളവ് കുറയ്ക്കണം. ആ വിസറൽ ഫാറ്റിന് ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഡയറ്റ് തന്നെ പിടിക്കണം. ഡയറ്റിലും പിടിക്കണം, കാർഡിയോയിലും പിടിക്കണം. അതുകൊണ്ട് വർക്കൗട്ട് മാത്രം ഒരിക്കലും 6 പാക്കിന്റെ ഒരു എന്താ പറയാ